പരമഗുരവേ നമഃ. സുപ്രഭാതം. 1431 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 15 ചൊവ്വാഴ്ച. 1200 ആണ്ട് മേടമാസം 2 ഗുരുവചനങ്ങളിലൂടെ. ഹൃദയത്തെ നല്ലവണ്ണം സൂക്ഷിച്ചില്ലെങ്കിൽ അവരവരോടും മറ്റുള്ളവരോടും അനുകമ്പ ഉണ്ടാകയില്ല. പിന്നെ തലയെയാണ് നല്ലവണ്ണം പാലിക്കേണ്ടത്. എന്തു വിചാരിക്കുന്നതും ചെയ്യുന്നതും ബുദ്ധി ശരിയായി ഉപയോഗിച്ച് ചെയ്യണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ഗുരു ശിക്ഷണം ആരംഭിക്കുന്നു എന്ന് വിവരിക്കുന്നതിൻ്റെ 14 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സുദീർഘമായ 15 വർഷക്കാലം അദ്ദേഹത്തെ എവിടെയും കാണാമായിരുന്നു. എന്നാൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ലെന്നും പറയാം. അതിനുശേഷം ജീവിതം കുറെ കൂടി സ്വസ്ഥതയുള്ളതായി തീർന്നു. ഇത് ആദ്യത്തെ ആശ്രമത്തിൽ നിന്നും ഏകദേശം 40 മൈൽ വടക്ക് ആർക്കും വേണ്ടാതെ കിടന്ന ഒരു കുന്നിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉണ്ടാക്കിക്കൊടുത്ത ഒരു പർണ്ണ കുടീരത്തിലായിരുന്നു. അവിടെ ഇരുന്ന് നോക്കിയാൽ അകലെ ഒരു രജതച്ഛവി പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദ്രവും സമുദ്രത്തിൻ്റെ തരംഗങ്ങൾ പോലെ കുന്നും തടവുമായി കിടന്ന ഭൂവിഭാഗവും ഒരു ചിത്രത്തിലെന്ന പോലെ കാണാം. എങ്ങനെയും ബന്ധപ്പെട്ട് ഗുരുവിനെ കണ്ടേ അടങ്ങുകയുള്ളൂ എന്ന് കരുതി വന്ന സന്ദർശകർക്ക് കാണുവാൻ കഴിഞ്ഞത് അവിടുന്ന് വീണ്ടും തപസ്സിൽ തന്നെ ലയിച്ചിരിക്കുന്നതായാണ്. ഗുരു ഉദാസീനമായ തൻ്റെ നിരഞ്ജനതയിൽ മുഴുകി നിശ്ചലനായിരിക്കും. കുന്നിൻ്റെ അടിവാരത്തിൽ കണ്ണുനീർത്തുള്ളികൾ പോലെ തെളിമയോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീരുറവ കണ്ടാൽ ആ ധന്യാത്മാവിൻ്റെ അന്തരംഗത്തിൽ വാർന്നുകൊണ്ടിരിക്കുന്ന ശാന്തിയുടെ ഉറവയെ ബഹിർമുഖമായി കാണുന്നത് പോലെ തോന്നുമായിരുന്നു. അതിനു മുമ്പും ഗുരു ചെയ്തിരുന്നത് പോലെ ഭക്തന്മാർക്ക് വേണ്ടി കീർത്തനങ്ങൾ എഴുതി കൊടുക്കുവാൻ അവിടത്തേക്ക് മടിയുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ആരാധ്യദേവതയായി തിരഞ്ഞെടുത്തത് അംബികയെയാണ്. ഇവിടെ വച്ചെഴുതിയ കീർത്തനങ്ങൾക്ക് ശീഘ്രഗതിയിൽ കുത്തിയൊലിക്കുന്ന കാട്ടരുവിയോടല്ല സാമ്യം, സൗമ്യമായി ഒഴുകുന്ന ഒരു കൊച്ചരുവിയോടാണ്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.